वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ SMECT ഒരുക്കിയിട്ടുണ്ട്. ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. താല്പര്യം ഒന്ന് മാത്രം മതി. പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് കോഴ്സ് വെറും 6 മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും. ആഗ്രഹമുള്ളവർ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും, കർക്കിടക രാശിയിൽ ബുധനും സൂര്യനും, ചിങ്ങത്തിൽ കേതുവും, കന്നിയിൽ കുജനും, തുലാം രാശിയിൽ ചന്ദ്രനും, കുംഭത്തിൽ സർപ്പിയും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും. പിന്നെ ചന്ദ്രൻ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് 12 രാശികളിലായിട്ട് സഞ്ചരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ഫലങ്ങളെക്കുറിച്ച് പറയാം. ഇതൊരു പൊതുവായ ഫലമാണ്. മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും, അതേപോലെ തന്നെ മേടലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ കേതുവിൻ്റെ ദശ, ശുക്രദശ, സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും വളരെയധികം ധൈര്യവും വീര്യവുമൊക്കെ ഉണ്ടാകും. പൊതുവെ ഇവർ നല്ല ധൈര്യശാലികളൊക്കെ ആയിരിക്കും. ലഗ്നാധിപൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി അത് ഒന്നുകൂടി ബലപ്പെടുത്തുകയായിരിക്കും. എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ വർദ്ധിക്കും. ശത്രുക്കളെയൊക്കെ ജയിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. ശരീര ഉഷ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഭക്ഷണ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. ഏത് കാര്യമാണെങ്കിലും അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ളൊരു സാമർഥ്യം ഇവർക്ക് വളരെയധികം ഉണ്ടാവും. മറ്റുള്ളവർ കഷ്ടമായി ചെയ്യുന്ന ജോലികൾ ഇവർ വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തു തീർക്കും. ഭാരമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും. യന്ത്രസംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. സമൂഹത്തിൽ അംഗീകാരക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. ഏതൊരു പ്രവൃത്തിയും തനിച്ചു ചെയ്യാൻ ഇഷ്ടപ്പെടും. മറ്റുള്ളവരോട് സഹജമായി പഴകാൻ ഒട്ടും താല്പര്യം കാണിക്കുകയില്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലികളേക്കാൾ ശരീര അധ്വാനമുള്ള ജോലികൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. ഏത് കാര്യം ആഗ്രഹിക്കുകയാണെങ്കിലും ശരി, അത് വലിയ നിലയിലായിരിക്കും ഇവർ ആഗ്രഹിക്കുക. പിന്നെ സംഘക്കൂട്ടങ്ങൾ, കക്ഷി രാഷ്ട്രീയം, സമ്മേളനം ഇവയിലൊക്കെ പ്രധാന പങ്കുവഹിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് പരിശ്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെയധികം തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെ നല്ല ഗുണങ്ങൾ എല്ലാവരാലും അറിയപ്പെടും. മനസ്സിന് വല്ലാത്ത സന്തോഷവും സുഖവുമൊക്കെ അനുഭവപ്പെടും. ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകും. പിന്നെ എഴുത്ത്, കലകൾ, മന്ത്രജപം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും. ആത്മീയപരമായ കാര്യങ്ങൾ വഴിയിലും കലകളുമായി ബന്ധപ്പെട്ടുമൊക്കെ അംഗീകാരവും അന്തസ്സും
മര്യാദയുമൊക്കെ ലഭിക്കും. ദൈവവിശ്വാസം വർദ്ധിക്കും. സാഹചര്യങ്ങൾ എത്ര മോശമായാലും ശരി, പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ വലിയ കാര്യമായി എടുക്കാതെ സത്യസന്ധത കൈവിടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. ഈശ്വര ആരാധനയും മന്ത്രോപദേശങ്ങളും ഒക്കെ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിന് ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. യാത്രകൾ അടിക്കടി വേണ്ടതായിട്ട് വരും. ഗുരുക്കന്മാരുടെ അനുഗ്രഹമുള്ള ഒരു മാസം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. രഹസ്യമായിട്ടുള്ള മുതലീടുകളൊക്കെ ഉണ്ടാകും. ഉറക്കക്കുറവുണ്ടാകും. വിസർജന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും. കാലിലോ കാൽപാദത്തിലോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടിയാണ് കാണുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് അടിക്കടി വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടും വരും. സംയോജിത ബുദ്ധി പല പ്രവർത്തികളിലും വിജയമുണ്ടാക്കിത്തരും. അധ്യാപക ജോലിയൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികളോട് വളരെയധികം സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും. ഗണിതത്തിലൊക്കെ കഴിവ് തെളിയിക്കും. ഒന്നിൽ കൂടുതൽ സ്വത്ത് വാങ്ങിക്കാനുള്ള ഒരു യോഗം കൂടിയുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ്. വ്യാപാരത്തിലൊക്കെ താല്പര്യം കൂടും. ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമായിട്ട് കാണുന്നില്ല. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടും. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. സാഹചര്യത്തിനനുസരിച്ച് എല്ലാ തരക്കാരോടും ഒരുപോലെ പഴകും. മുതൽ മുടക്കില്ലാത്ത തൊഴിലുകളിൽ നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുക, പിന്നെ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾക്കൊക്കെ കൊടുക്കാൻ പ്രത്യേക ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും. പൂർവജന്മ പുണ്യഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും. പ്രണയിതാക്കൾക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ചിന്തയും പ്രവൃത്തിയും ഒരേ വേഗത്തിലൊക്കെ ആയിരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. പരിശ്രമങ്ങളിലാണെങ്കിൽ വിജയമുണ്ടാകും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക. സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല അടുപ്പം ഉണ്ടാകും. പിന്നെ മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടും നല്ല ബന്ധമാണ് ഉണ്ടാവുക. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. സന്താനങ്ങളുമായിട്ട് അകന്നു കഴിയാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട്. സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വയറുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്കുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. വ്യവസായികൾക്ക് സമയം അനുകൂലം തന്നെയാണ്. പിന്നെ വഴക്ക്, കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ്. ബാങ്ക് ലോണിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ലോണ് സാങ്ഷനായി കിട്ടും. ഈ രാശി ലഗ്നക്കാരുടെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ് യോഗം കാണുന്നത്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ്. പ്രണയബന്ധത്തിലൊക്കെ ഉള്ളവർ ചിലർ പെട്ടെന്ന് വിവാഹം നടത്താനുള്ള യോഗം കൂടി ഉണ്ടാകും. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്നുള്ള ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും. ഗവേഷണ സ്വഭാവം അധികരിക്കും. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്യാനുള്ള ഒരു യോഗം കൂടി ഉണ്ട്. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച്
തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.